നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 238ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത നർത്തകൻ ശ്രീ രാജയും ലോകപ്രശസ്ത നർത്തകി രാധാ റെഡ്ഡിയെക്കുറിച്ചിട്ടാണ്. പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ നേടിയ കുച്ചിപ്പുടി നർത്തകർ 16/10/1988 സൂര്യ ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് അവരുടെ നൃത്തങ്ങൾ കാണുകയും വിലയിരുത്തുകയും അവരുമായി സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതും അന്നാണ്. കുച്ചിപ്പുടി എന്നുള്ള നൃത്ത രൂപത്തിൻ്റെ വിവിധ തലങ്ങൾ, വിവിധ ഭാവങ്ങൾ നമ്മളോട് അവതരണത്തിലൂടെ കാട്ടുമ്പോൾ നമ്മൾ ഇവിടെയാണോ ജീവിക്കുന്നത് അതോ മറ്റൊരു ലോകത്താണോ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അത്ര വശ്യസുന്ദരമായ നൃത്യങ്ങൾ. അത് എങ്ങനെ ഞാൻ നിങ്ങളോട് പറയും എന്ന് ചോദിച്ചാൽ, അവരുടെ നൃത്തരൂപത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതിൽ കാണുക. നേരിട്ട് കാണുന്ന, നേരിട്ട് അനുഭവിച്ചറിയുന്ന അനുഭവങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ വലുതാണ്. ശ്രീ രാജ ഒക്ടോബർ 6, 1943 ജനിച്ചു. രാധാ റെഡ്ഡി 15 ഫെബ്രുവരി 1955 കൊട്ടഗോൺ എന്ന സ്ഥലത്ത് ഹൈദരാബാദിൽ ജനിച്ചു. നാട്യ തരംഗിണി ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിൽ 70 വർഷമായി കലാസപര്യ തുടരുന്നു. പത്മശ്രീയും പത്മഭൂഷണും 2000 ഇവർ നേടിയിട്ടുണ്ട്. ലോകോത്തര കലാമേളയിൽ, കലാസപര്യയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഫ്രാൻസിലും ഓസ്ട്രിയയിലും ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. സൂര്യയുടെ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ അവരെ കാണുന്നതും സംസാരിക്കുന്നതും. എല്ലാ പ്രോഗ്രാമുകൾ നടക്കുമ്പോഴും ഡാൻസ് ആയാലും, ഹിന്ദുസ്ഥാനി ഗസലായാലും, സംഗീത കച്ചേരി ആയാലും, ഏത് ഫംഗ്ഷനിലും ആ കാലഘട്ടത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു വലിയ ആവേശം തന്നെയായിരുന്നു. ഇന്നും ആ ആവേശത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഏകദേശം 3 മണിക്കൂറോളമുള്ള ആ നൃത്തസന്ധ്യ അവസാനിച്ച് അവർ കർട്ടന് പിന്നിലേക്ക് വരുമ്പോഴാണ് ഞങ്ങളെപ്പോലെ ധാരാളം പേരും അവരുമായിട്ടുള്ള ഫോട്ടോകൾ എടുക്കുകയും ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങുകയും നൃത്തത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പതിവ് തെറ്റിച്ചില്ല. അന്നും ഞങ്ങൾ അവിടെ ഉണ്ടായി. അന്ന് രാധാ റെഡ്ഡിയോട് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: കുച്ചിപ്പുടി എന്നുള്ള നാട്യം അത് വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ മനസ്സ് ഏത് തലത്തിലേക്കാണ് ഉയരുന്നത്? നർത്തകി എന്ന നിലയിലാണോ, അതോ കുച്ചിപ്പുടി എന്ന നാട്യത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് തൻ്റേതായ ഒരു ശൈലിയിൽ അവതരിപ്പിക്കുക എന്നതിനാണോ പ്രാമുഖ്യം നൽകുന്നത്
എന്ന് ചോദിച്ചപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് ശ്രീ രാജയോട് അഭിപ്രായം പറയാൻ പറഞ്ഞു. ശ്രീ രാജ ഞങ്ങളെ നോക്കി ചിരിച്ചിട്ട്, എന്നോടല്ലല്ലോ ചോദിച്ചത്, നിങ്ങളോടല്ലേ ചോദിച്ചത്, നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഉത്തരം പറയൂ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവർ പറഞ്ഞു, ഇദ്ദേഹം പറയട്ടെ. ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയ എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ശരി എങ്കിൽ ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത്, ഒരു വിദ്യാർത്ഥി പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ ഒരുപാട് പാകപ്പിഴകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ആ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് പഠിപ്പിച്ച ഗുരുക്കന്മാർ അവരുടെ വീക്ഷണം, അവരുടെ ചിന്ത എപ്പോഴും ഇവൻ ഓർ ഇവൾ, ആരാണ് കേമൻ, ആരാണ് കേമി എന്ന് ചിന്തിക്കും പോലെ നാട്യത്തിൻ്റെ മികവ് ഓരോരുത്തരിലും ഉണ്ടാവണം. ഓരോ ചലനങ്ങളും ഓരോ ഭാവങ്ങളും സംഗീതവും എല്ലാം ഒത്തിണങ്ങി പോകുമ്പോൾ ഒരു അപച്യുതി ഉണ്ടാകാൻ പാടില്ല. പഠിച്ച കാലത്ത് നിന്നും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ വർഷങ്ങൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു. ചടുലമായ ഭാവങ്ങളിൽ പല പല ഭാഷ്യം അവതരിപ്പിക്കാൻ കഴിയുന്നു. അത് തന്നെ വലിയ കാര്യമാണല്ലോ. കാലത്തിൻ്റെ നീക്കുപോക്കിൽ എത്രയോ പേർ കുച്ചിപ്പുടി ഓരോ സ്റ്റേജുകളിലും അവതരിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിനെ കവർന്നെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്ന ഭാവങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ കടന്നു കയറാൻ കഴിഞ്ഞാൽ അവിടെയാണ് വിജയത്തിൻ്റെ നാന്ദി കുറിക്കുന്നത്. ഞങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കയറുമ്പോൾ നൂറുകണക്കിന് സ്റ്റേജുകളിൽ ഇന്ത്യയിലും വിദേശത്തും കുച്ചിപ്പുടി നൃത്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പുതിയൊരു സ്റ്റേജിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഒരു ദൈവീകമായ ഒരു ശക്തിയാണ്. ഉള്ളിലൊരു ഭയം, ഉള്ളിൽ ചുവട് പിഴയ്ക്കുമോ എന്ന തോന്നൽ. എല്ലാവരും പറയുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണെങ്കിലും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല. തുടങ്ങാൻ ഭാവിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന അങ്കലാപ്പ്, ഇത്രയും പറഞ്ഞാൽ അവർ ഇരുവരും ചിരിച്ചു. ആടയാഭരണങ്ങൾ അണിഞ്ഞ് നൃത്തത്തിൻ്റെ ഡ്രസ്സുകളെല്ലാം അണിഞ്ഞ് ഏറെ പരിശ്രമിച്ച് അവിടെ നിൽക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത്. അത്രമാത്രം ക്ഷീണിതരായിരുന്നു ഇരുവരും. നിങ്ങളുമായി സംസാരിക്കാം, ഞങ്ങൾക്കൊരു 10 മിനിറ്റ് സമയം തരൂ എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് മടങ്ങി. 10 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആ 10 മിനിറ്റിന് എത്രമാത്രം വിലയുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിൽ അവർ നൃത്തത്തിന് അണിഞ്ഞ ആടയാഭരണങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അഴിച്ചു വെച്ച് അതേ ഡ്രസ്സിൽ ഇരുവരും ഞങ്ങളുടെ മുന്നിൽ നിന്ന് വന്നു നിന്നു. കുറേയധികം ഫോട്ടോകളും മറ്റും എടുത്തു, ഓട്ടോഗ്രാഫ് എഴുതി തന്നു. തിരിച്ച് മടങ്ങാൻ നേരം
അവർ പറഞ്ഞത് ഇതാണ്: കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഞങ്ങളും കടന്നു പോകും, പക്ഷേ ഞങ്ങളിലെ കലയെ, കുച്ചിപ്പുടിയെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞ് തൊഴുകൈയോടെ അവർ പോകാൻ ഭാവിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ, എൻ്റെയും എന്നോടൊപ്പം ഉണ്ടായിരുന്നവരുടെയും മനസ്സിൽ കോറിയിട്ട തോന്നൽ ഇതായിരുന്നു: ലോകപ്രശസ്തരായ 2 പേർ രാജ്യം പത്മശ്രീയും പത്മഭൂഷണവും ഒക്കെ നൽകി ആദരിച്ച അന്താരാഷ്ട്ര നിലവാരമുള്ള 2 വലിയ കലാകാരന്മാർ, അവരുടെ ആ എളിമ നിറഞ്ഞ സംസാരം, ഞങ്ങളുടെ നൃത്തരൂപങ്ങളെ നിങ്ങൾ ഓർക്കണേ എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങളെ ഓർത്തില്ലെങ്കിലും ഞങ്ങൾ അവതരിപ്പിച്ച നൃത്തരൂപങ്ങളെ ഓർക്കണേ എന്ന് പറയുമ്പോൾ, കുച്ചിപ്പുടി എന്നുള്ള ആ വലിയ കലയെ നാം തൊഴുകൈയോടെ വീക്ഷിക്കും, ആദരവോടെ വീക്ഷിക്കും എന്ന് മനസ്സ് പറഞ്ഞു. വീണ്ടും ഞങ്ങൾക്ക് കേരളത്തിൽ വരാനും നൃത്ത പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും ആഗ്രഹമുണ്ട്. ഇനിയും നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഇരുവരും ഞങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോ കൂടി എടുത്ത ശേഷം അകത്തേക്ക് അവർ നടന്നു പോകുമ്പോൾ അവരുടെ കാലിലെ ചിലങ്കയുടെ ധിം 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 എന്നുള്ള ആ നാദം ഇപ്പോഴും എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നു. എത്രയോ വർഷങ്ങൾ, 10-35 വർഷങ്ങൾക്ക് ശേഷം അവരെക്കുറിച്ച് പറയുമ്പോഴും മനസ്സിൽ സ്നേഹത്തിൻ്റെ, നടനത്തിൻ്റെ, ആ ചിലമ്പൊലിയുടെ നൂപുരധ്വനി എൻ്റെ മനസ്സിലും ശരീരത്തിലും മുഴങ്ങുകയാണ്. ആ വലിയ കലാകാരന്മാരെ ഇവിടെ ഓർമ്മിക്കാനും അവരുമായി സംസാരിക്കാനും കഴിഞ്ഞ ചാരിതാർത്ഥ്യം ഉണ്ട്. പിന്നീട് ഞാൻ അവരുടെ നൃത്തങ്ങൾ നേരിട്ട് ലൈവായി കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ കുച്ചിപ്പുടി നൃത്തം മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. എന്ന് വെച്ചാൽ മികവിൽ മുന്നിലാണ് എന്ന തോന്നൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവരും ഈ വീഡിയോ കാണുമല്ലോ. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഉത്തമമായ കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്ന അപേക്ഷ നിർത്തട്ടെ. നന്ദി.